ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് ഉപകരിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായിട്ടും കാണുക. നമ്മൾ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓരോന്നും ഓർഡറിൽ തന്നെ കണ്ടുവരിക. നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ക്ലാസ്സിൽ അതിന്റെ റിവിഷനൊക്കെ ആയിട്ട് എല്ലാം പഠിച്ചത് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാ. പിന്നെ അതുപോലെ തന്നെ ഈ പവർ ക്യാപ്സ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, അതുപോലെ തന്നെ പഴശ്ശി കലാപങ്ങൾ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് കണ്ട ശേഷം എപ്പോഴും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് കയറും. അപ്പൊ മോക്ക് ടെസ്റ്റ് എപ്പോഴും അറ്റൻഡ് ചെയ്യണം. അതായത് പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലാതെ ജസ്റ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിനെ വെറുതെ ബോധിപ്പിച്ച് വിടരുത്. എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. നന്നായി പഠിക്കണം, നന്നായി റിവിഷൻ ചെയ്യണം. ഓക്കെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് നോക്കാം. ആദ്യം ഒരു കാര്യം നോക്കാം. നിങ്ങൾക്ക് ഒന്നാമനാവണമെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ശരിയല്ലേ? ബാക്കി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും കുറച്ച് സമയം ഇരുന്ന് പഠിക്കണ്ട. എല്ലാവരും 5 മിനിറ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഒരു 5 മിനിറ്റ് പഠിച്ചു നോക്കിയാൽ മതി. എനിക്കും റാങ്ക് ലിസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് കിട്ടുമോ? ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. ബാക്കിയുള്ളവരൊക്കെ 6 മണിക്കും 7 മണിക്കും എണീച്ചിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മണിക്കും 5 മണിക്കും നീച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സമയം കണ്ടെത്താൻ തയ്യാറാവണം. അവരെക്കാൾ മുന്നിൽ നിങ്ങൾ എത്താൻ തയ്യാറാവണം. ഓക്കെ, അവരെക്കാൾ പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് വെറുതെ മനസ്സിനെ പറഞ്ഞ് നെഗറ്റീവ് ആക്കുക. അല്ലാതെ പഠിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അതായത് ഓരോ ചെറിയ സമയം കിട്ടുമ്പോഴും അത് പഠനത്തിനായി മാറ്റി വെക്കണം. എന്തായാലും നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഈ ജോലിയിൽ ഞാൻ എന്തായാലും കയറും എന്ന തീരുമാനത്തോടെ ഇറങ്ങിയിട്ടുള്ളത്. വെറുതെ ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാം, PSC അല്ലേ, ചിലപ്പോൾ കിട്ടിയാലോ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ. എന്തായാലും ഈ ഒരു ജോലിയിൽ ഞാൻ കയറും, ഇപ്രാവശ്യം ഈ എക്സാമിൽ എന്തായാലും ജോലി നേടും എന്ന വിശ്വാസത്തിലാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയുള്ള സമയങ്ങൾ, അതായത് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ സമയം ഇതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടിയുള്ള രീതിയിൽ ഈ സമയങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ ശ്രമിക്കുക. അതായത് ചെറിയ ചെറിയ ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റ് ഒക്കെയാണ് കിട്ടുന്നുണ്ടാവുക. ഈ 1 മിനിറ്റിലും 2 മിനിറ്റിലും 3ഉം 4ഉം മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പഠിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു പോവുക. കിട്ടുന്ന ഓരോ സമയത്തിനും ഇതിനു വേണ്ടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കുറച്ച് സമയം കിട്ടുന്നുണ്ടാവുള്ളൂ. ഈ കുറച്ച് സമയം മതി. ചിലപ്പോൾ അവർ കുറേ സമയം, അവർക്ക് ഒരു ദിവസം ചിലപ്പോൾ 3ഉം 4ഉം 7ഉം വരെ മണിക്കൂർ കിട്ടുന്നുണ്ടാവും. പക്ഷെ അവർ പഠിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ 3ഉം 4ഉം മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. പക്ഷെ കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ സമയം, അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഓരോ ചെറിയ ചെറിയ സമയം ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ച് പഠിക്കുന്നുണ്ട് എന്ന കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേണം. അതായത് നിങ്ങളുടെ മനസ്സിന് തോന്നണം, അതെ ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിന് തോന്നണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ, വെറുതെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിലും മറ്റേ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സമയം കളയാതെ കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ സമയം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കളിച്ച് ഒന്നും കളിക്കരുത്, ഒക്കെ ഒഴിവാക്കണം. എന്നിട്ട് പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊക്കെ സമയം കണ്ടെത്തിക്കോ. പക്ഷേ കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ സമയവും ഇതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാണും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പവർ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ യൂട്യൂബിലിടുന്ന മറ്റ് ക്ലാസ്സുകൾ, അതായത് കമ്പനി ബോർഡ് LGSന്റെ പവർ ക്യാപ്സ്യൂൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ന്യൂ SCERT ഇനി വരുന്ന എക്സാമുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് ഇത് കാണുന്ന ഓരോ ആളുകൾക്കും അറിയാം. അപ്പൊ ന്യൂ SCERT ആയാലും ഓൾഡ് SCERT ആയാലും കിട്ടുന്ന സമയമൊക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. SCERT പഠിക്കാനായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടാൽ എനിക്ക് ആൻസർ ചെയ്യാം എന്ന കോൺഫിഡൻസ്, അതായത് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ PYQ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് പഠിച്ചു എന്ന് പറഞ്ഞിരുന്ന മാത്രം പോരാ. എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഒരു ട്രാക്കിലൊക്കെ ആയി കഴിഞ്ഞു തോന്നിയാൽ പിന്നെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. തുടക്കം മുതലേ, അതായത് ഇപ്പൊ ചിലപ്പോൾ 2 ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഈ 2 ക്ലാസ് മാത്രം പഠിച്ചിട്ട് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഏകദേശം ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ, അതായത് ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്ത് നോക്കുക. പിന്നെ കിട്ടും. നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ സമയവും അതിനായിട്ട് മാറ്റി വെക്കുക. എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ജോലി നേടണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ജോലി നേടിയിട്ടേ ഇനി നിർത്താൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം വേണം. അതായത് നിങ്ങൾ നേടും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഇപ്രാവശ്യം എന്തായാലും ജോലിയിൽ കയറും എന്ന് പറഞ്ഞ് ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ നിങ്ങൾ എന്തായാലും നേടും. കാരണം നിങ്ങൾക്ക് തന്നെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നിങ്ങൾക്ക് പാലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോ സമയവും നല്ല രീതിയിൽ തന്നെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ തന്നെ പ്രയത്നിക്കും. ഓക്കെ, അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.
അപ്പൊ നമുക്ക് ഇന്നത്തെ പോയിന്റ്സ് നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ, പഴശ്ശി കലാപങ്ങൾ പഠിച്ചു. അതിന്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോരുത്. ഇപ്പോഴും പറയുന്നു, മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ, പഴശ്ശി കലാപം. അഞ്ചുതെങ്ങ് കലാപം എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. സ്പീഡിൽ നമുക്ക് റിവൈസ് ചെയ്തു കേട്ടോ. എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ചോദിക്കും, അപ്പൊ തന്നെ അങ്ങനെ ഒപ്പം പറഞ്ഞു കേട്ടോ. ഓക്കെ, ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. ആരാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയതാരാണ്? ആറ്റിങ്ങൽ റാണിയാണ് നമ്മൾ പഠിച്ചു. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് എപ്പോഴാണ്? 1695 അഞ്ചുതെങ്ങ് കലാപം നടന്നത് എപ്പോഴാണ്? 1697. ഓക്കെ, നമ്മുടെ മോക്ക് ടെസ്റ്റ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, സാറ് വർഷങ്ങളൊന്നും ഒപ്പം പറഞ്ഞു തരുന്നത്. വർഷങ്ങളൊന്നും പറഞ്ഞു പോവുക. ആദ്യം ഫാക്ടറിയാണ് പണിതത്. ഫാക്ടറി പണി കഴിപ്പിച്ചാണ്, ഫാക്ടറി പണിയാനുള്ള അനുമതി നൽകിയത് എപ്പോഴാണെന്നാണ് ആദ്യത്തെ ചോദ്യം. 1684 ഫാക്ടറി പണിയാനുള്ള അനുമതി നൽകിയത്. എപ്പോഴാണ്? 1684. പിന്നെ കോട്ട പണിയാനുള്ള അനുമതി നൽകി. ഇത് രണ്ടും നൽകിയതാരാണ്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. 1690 കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് അല്ലെ. 1690 പിന്നെ 1695 കോട്ട പണി കഴിപ്പിച്ചത്. നിങ്ങൾ ഒപ്പം പറഞ്ഞു കേട്ടോ, ജസ്റ്റ് കേട്ടിരുന്ന പോലെ ഒപ്പം അങ്ങനെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് കയറും. നല്ല ഇൻട്രസ്റ്റോട് കൂടെ തന്നെ നല്ല ഉത്സാഹത്തോടു കൂടെ പഠിക്കുക. ഓക്കെ, ഞാൻ പറ്റുന്നത്രയും തൊള്ളട്ടിട്ടും ഞാൻ നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ട് അലട്ടിയിട്ടൊക്കെ ഞാൻ എങ്ങനെയും പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ കൂടെ അങ്ങനെ നിന്ന് തരിക. ഓക്കെ, അപ്പൊ 1697 അഞ്ചുതെങ്ങ് കലാപം. എപ്പോഴാണ്? 1697. 1721 ആറ്റിങ്ങൽ കലാപം. 1723 എന്താണ്? വേണാട് ഉടമ്പടി. 1723 പിന്നെ 1793 മുതൽ 97 വരെ നമ്മൾ പറഞ്ഞു പഴശ്ശി കലാപങ്ങൾ 2 ഘട്ടങ്ങളായിട്ടാണ് അല്ലെ, 2 കാലഘട്ടങ്ങളായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയുമാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ വർഷങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമുക്കൊരു 1741 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? കുളച്ചൽ യുദ്ധം അല്ലെ. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ്? 1741. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ അല്ലേ. അങ്ങനെ ഡച്ചുകാരെ പരാജയപ്പെടുത്താണ് ആര്? മാർത്താണ്ഡവർമ്മ. 1741 കുളച്ചൽ യുദ്ധം. 1723 വേണാട് ഉടമ്പടി. ഏതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആരൊക്കെയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ അല്ലെ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരാണ്? അലക്സാണ്ടർ ഓം ആണ്. അലക്സാണ്ടർ ഓം. ആറ്റിങ്ങൽ കലാപം എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അല്ലെ. നമ്മൾ സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്. ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ആരാണ്? ഗിഫോർഡ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. റിവിഷൻ ഉണ്ടാവില്ല, റിവിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, അതായത് ഒക്കെ കിട്ടുന്നില്ലേ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പഴശ്ശി കലാപങ്ങൾ 2 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എപ്പോഴും ചോദ്യം വരാറുണ്ട്, പുരളിമല. പുരളിമലയാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രണ്ടാം പഴശ്ശി കലാപം ഉണ്ടായത്. അപ്പൊ എന്താണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം. രണ്ടാം പഴശ്ശി കലാപം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന്. പിന്നെ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തു. തലക്കൽ ചന്തു ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. പിന്നെ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. തല എന്ന് കണ്ട ഓർമ്മ വരണം. തലയിൽ മുടി വെട്ടാൻ ബാർബർ വേണം. തോമസ് ഹാർവേ ബാബർ അല്ലെ. TH ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി ആണ്. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യ കലാപം. എപ്പോഴാണ് കുറിച്യ കലാപം നടന്നത്? 1812 കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. കുറിച്യ കലാപത്തിന്റെ കാരണം ചോദ്യം വരാറുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ആരുടെ മേലാണ് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത്? കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ. പിന്നെ എങ്ങനെ ചോദ്യം വരും? കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത വിഭാഗങ്ങൾ ഏതാന്ന് ചോദിച്ചതാണ്? കുറിച്യരും കുറുമ്പരും. ആരൊക്കെയാണ്? കുറിച്യരും കുറുമ്പരുമാണ് ഏതിൽ പങ്കെടുത്തത്? കുറിച്യ കലാപത്തിൽ പങ്കെടുത്തത്. കുറിച്യ കലാപം വർഷം പഠിച്ചു വെച്ചോ, 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാ? രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പിയാണ്. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. രാമനമ്പി എന്താണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാണ്. തലക്കൽ ചന്തു എന്താണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ
സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. അപ്പൊ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലെ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എപ്പോഴും ചോദ്യം വരാറുണ്ട്, താൽക്കാലിക അധ്യക്ഷൻ ചോദിച്ചാൽ താൽക്കാലികമായിട്ടാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഒരു അധ്യക്ഷൻ അവിടെ വെക്കും. അപ്പൊ അങ്ങനെ ഒരു അധ്യക്ഷൻ ആക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സംഘടന രൂപീകരിച്ച് എല്ലാവരും ഒത്തുകൊടുക്കുമ്പോൾ തൽക്കാലം ഇദ്ദേഹം അധ്യക്ഷനാവട്ടെ നമ്മൾ പറഞ്ഞ ഒരാളെ നിർത്തുകയാണെങ്കിൽ അത് ആരാവും? അവിടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാവും അല്ലെ? ഏറ്റവും കൂടുതൽ പരിചയ സമ്പത്തുള്ള വ്യക്തിയാവും. അങ്ങനെ അതുപോലെ അവിടെ ആരാ ഉള്ളത്? അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ. അപ്പൊ അത് ഒരു മാർക്കായില്ലേ? ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ഓക്കെ, താൽക്കാലിക അധ്യക്ഷൻ മാറി. പിന്നെ ആരായി? സ്ഥിര അധ്യക്ഷൻ ആരായി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയി. അതെന്നാണ് ആയത്? ഡിസംബർ 11-നാണ്. ഡേറ്റുകളൊക്കെ ഓർമ്മ ഉണ്ടോ? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത് അല്ലെ? 207 ആളുകളാണ് പങ്കെടുത്തത് അല്ലെ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 9-നാണെന്ന് 207 കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. 207 2+0+7 എത്രയാണ്? 9 ആണ്. ഓക്കെ, അപ്പൊ 207 എന്താണ്? ഡിസംബർ 9-നാണ്. പിന്നെ എന്ത് പഠിച്ചു? ഡിസംബർ 11-ന് താൽക്കാലിക അധ്യക്ഷൻ മാറി. സ്ഥിര അധ്യക്ഷനായി താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹ മാറി. സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അല്ലെ? ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947-ലാണ്. 1947 ജനുവരി 22-നാണ് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഓക്കെ, ലക്ഷ്യപ്രമേയം അംഗീകരിച്ച് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഈ ലക്ഷ്യപ്രമേയമാണ് അല്ലെ? അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളികൾ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? 17 മലയാളികൾ. എണ്ണൊക്കെ ഓർമ്മ ഉണ്ടല്ലോ? 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. എത്ര മലയാളി വനിതകൾ ഉണ്ടായിരുന്നു? 3 മലയാളി വനിതകൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് പഠിക്കണം എന്ന്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. പിന്നെ വിറ്റാമിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഒന്ന് ഓർത്തു നോക്ക്. രോഗപ്രതിരോധം ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ അല്ലേ? രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാന്തം പോലെയാണ് സി ഇരിക്കുന്നത്. കാന്തം എന്താണ്? അബ്സോർബ് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുക, അങ്ങനെ കണക്ട് ചെയ്യുക. അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ്. പിന്നെ കെ, വിറ്റാമിൻ കെയുടെ രാസനാമം ഞാൻ എന്താണ് ആലോചിച്ച് നോക്കാൻ പറഞ്ഞത്? KFC എന്ന് ആലോചിക്കണം. KFC. കെ എന്താണ്? വിറ്റാമിൻ കെ ആണ്. FC എന്താണ്? ഫില്ലോക്യുനോൺ ആണ്. ഫില്ലോക്യുനോൺ, KFC. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്തിനാവശ്യമായതാണ്? കണ്ണിനാവശ്യമായ വിറ്റാമിൻ ആണ് അല്ലെ? കാഴ്ചക്ക് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഓക്കെ, അപ്പൊ അത് കിട്ടുമല്ലോ. കാഴ്ചക്ക് ആവശ്യമായ വിറ്റാമിൻ, അതായത് കണ്ണിനാവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഈ വിറ്റാമിൻ എയുടെ രാസനാമം ചോദിച്ചാൽ കണ്ണിലെ ഒരു ഭാഗമാണ് ആലോചിക്കേണ്ടത്. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് അല്ലെ? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് എല്ലിന്റെയും പല്ലിന്റെയും ബലത്തിനൊക്കെ ആവശ്യമായ വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ ഡി ആണ്. പിന്നെ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. ആലോചിച്ച് നോക്ക്. കെ ഫോർ കട്ട പിടിക്കൽ. കെ കട്ട. ഓക്കെ, കെ കട്ട പിടിക്കൽ. അങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ട പിടിക്കൽ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ അത് കിട്ടും. കാരണം എപ്പോഴും ചോദ്യം വരും. ഇമ്പോർട്ടന്റ് ആണ്. കെ കട്ട പിടിക്കൽ. ഓക്കെ, അത് വിറ്റാമിൻ കെ ആണെന്ന് ഓർത്തു വെക്കുമല്ലോ. വിറ്റാമിൻ കെ ആണ്. കെ ഫോർ കട്ട പിടിക്കൽ. ഓക്കെ, അപ്പൊ വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. പിന്നെ വിറ്റാമിൻ ഡി ആണ് എന്ത്? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അതുകൊണ്ട് തന്നെ എന്താണ് അറിയപ്പെടുന്നത്? സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അപ്പൊ വിറ്റാമിൻസും കിട്ടുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ B2, അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ B2. ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി എന്തിൽ നിന്നൊക്കെ ലഭിക്കും? മറ്റേ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? എന്ത് നമ്മൾ പറഞ്ഞു? വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? രോഗപ്രതിരോധം. ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി, അതായത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുപോകും? എന്തുകൊണ്ടാണ് പോവുക? ഓറഞ്ച്, ആപ്പിളൊക്കെ കൊണ്ടുപോകും. ഈ ഓറഞ്ച് എന്തിനാണ് കൊണ്ടുപോകുന്നത്? രോഗപ്രതിരോധത്തിനാണ്. അവർക്ക് വിറ്റാമിൻ സി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ വിറ്റാമിൻസ് കിട്ടുന്നുണ്ടല്ലോ. എ കിട്ടി,
പിന്നെ സി ഇമ്പോർട്ടന്റ് ആണ്, ഡി ഇമ്പോർട്ടന്റ് ആണ്, കെയിൽ എന്താണ് കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്യൂട്ടി വിറ്റാമിൻ അല്ലേ, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ഏതെന്നും ചോദ്യം വരും. വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇയുടെ രാസനാമം എങ്ങനെ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇ ഫോർ A2. ഇതെങ്ങനെ, ഇത് വിറ്റാമിൻ ഇ. ടോ എന്താണ്, ടോക്കോഫെറോൺ, ടോക്കോഫെറോൺ. വിറ്റാമിൻ കെയുടെ രാസനാമം ചോദിച്ചാൽ വിറ്റാമിൻ കെ, KFC എന്ന് എഴുതി വെക്കുക. KFC. എഫ് ഫില്ലോ ക്യുനോൺ, ഫില്ലോ ക്യുനോൺ. ഇങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. വിറ്റാമിൻ സിയുടെ നമുക്കറിയാം, സി കാന്തം പോലെ ഇരിക്കുന്നുണ്ട്. കാന്തം അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പൊ അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സിയുടെ രാസനാമം. വിറ്റാമിൻ ഡിയുടെ എന്താണ്, വിറ്റാമിൻ ഡി ഞാൻ പറഞ്ഞു കാൽസ്യം, എല്ലിനൊക്കെ ആവശ്യമായതാണ് കാൽസ്യം. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും എന്തിനാവശ്യമായതാണ്, എല്ലിന് ആവശ്യമായതാണ്. അപ്പൊ കാൽസ്യം വെച്ച് കണക്ട് കാൽസിഫെറോൺ എന്നാണ്, കാൽസിഫെറോൺ. ഓക്കെ. അപ്പൊ ഓരോന്നിന്റെയും രാസനാമങ്ങൾ കിട്ടുന്നുണ്ടാവും. ഓക്കെ അല്ലേ, നമ്മൾ കോഡിലൂടെ ഒക്കെ പഠിച്ചതാണ് അല്ലെ, വിറ്റാമിന്റെ രാസനാമങ്ങളും വിറ്റാമിനുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് ഏത് രോഗമാണ് ഉണ്ടാവുന്നത് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗം ഉണ്ടല്ലോ, സ്കർവി. സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്, സ്കർവി. കേട്ടുണ്ടോ, സ്കർവി. ഈ രോഗം എന്താണ് അറിയപ്പെടുന്നത്, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഏത് വിറ്റാമിന്റെ ആണ്, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. എല്ലാം കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ദ്രവ്യത്തിന്റെ അവസ്ഥകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്ലാസ്മ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കുക. പ്ലാസ്മയെ പറ്റിയിട്ട് എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ആദ്യത്തെ 4 ഏതാണ്, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ ഓർഡറിൽ പഠിക്കുക. ഓക്കെ. അപ്പൊ കിട്ടുന്നുണ്ടാവും. പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ കയറിയില്ലേ, പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമ്മുടെ ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പിന്നെയും ഏതൊക്കെ നമുക്ക് പഠിക്കാണ്ട്, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ പ്രധാനിയാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണ് മുദ്രാവാക്യം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നമ്മൾ മുദ്രാവാക്യം, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതിൻ്റെയൊക്കെയോ മുദ്രാവാക്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആരാണ് ഉയർത്തിയത്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. ഓക്കെ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ജെയിംസുകളെ പഠിക്കാനുണ്ട്. ഒന്ന് ജെയിംസ് ഓട്ടിസ് ആണെങ്കിൽ മറ്റേതാരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. ഓക്കെ. ജെയിംസ് മാഡിസൺ ആണ് പിന്നെ പഠിക്കാനുള്ളത്. ആരാണ് ഈ ജെയിംസ് മാഡിസൺ? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അല്ലെ. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന അമേരിക്കയുടെയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അല്ലെ, ലിഖിത എഴുതപ്പെട്ട ഭരണഘടന ഏറ്റവും വലുതായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ശില്പി ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ. അപ്പൊ എന്താണ് മുദ്രാവാക്യം പഠിച്ചു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഏതുമായി ബന്ധപ്പെട്ടതാണ്? 1812 കുർച്ചിയ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, ഓർമ്മണ്ടോ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴാണ് പുന്നപ്ര വയലാർ സമരം? 1946 പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ. 1891 മലയാളി മെമ്മോറിയൽ അല്ലെ. 1891. ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയൽ എപ്പോഴാണ്? 1896 ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു. ഓർത്തു വെക്കാം കേട്ടോ. പിന്നെ മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ ഭൂമി, ആഹാരം, സമാധാനം ഏതിന്റെയാണ്? ഭൂമി, ആഹാരം, സമാധാനം. ഭൂമി, ആഹാരം, സമാധാനം റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ ഇതെന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. മുദ്രാവാക്യത്തിന് രൂപകൽപ്പന നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ച
പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എങ്ങനെ ചോദ്യം വരുന്നു ഞാൻ പറഞ്ഞുതരാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം ഓക്കെ എത്രയാണ്? 13 ആണ് കേട്ടോ. 13 കോളനികളാണ്. ഇതിലൊരു കോളനി നമുക്ക് പേരെടുത്ത് പഠിക്കാണ്ടല്ലോ. ഏതാണ്? ജോർജിയ. ഏതാണ്? ജോർജിയ. 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. നമുക്ക് പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏതിനാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. കോളനികളുടെ എണ്ണം എത്രയാണ്? 13 കോളനികളാണ്. എന്താണ് കോളനികൾ? ഈ 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഓക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അവിടെ നിന്നും കുടിയേറി ഇങ്ങോട്ട് വന്നതാണ്. എവിടേക്ക്? വടക്കേ അമേരിക്കയിലേക്ക് വന്ന് അവിടെ കോളനികൾ സ്ഥാപിച്ചതാണ്. അവിടെ സ്ഥാപിച്ച കോളനികളുടെ എണ്ണമാണ് 13. ഓക്കെ, അപ്പൊ അവിടുന്ന് എങ്ങനെയാണ്? കപ്പലിലാണ് വരുന്നത്. ആ കപ്പലിന്റെ പേര് നമുക്ക് പഠിക്കാം കേട്ടോ. ഏതാണ്? മേയ്ഫ്ലവർ. ഓക്കെ, ഈ കപ്പലിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണേ. മേയ്ഫ്ലവർ എന്ന കപ്പലിലാണ് അവരെ നിന്നും ഇങ്ങോട്ട് വന്നത്. അങ്ങനെ 13 കോളനികളാണ് സ്ഥാപിച്ചത്. എവിടെ? വടക്കേ അമേരിക്കയിലാണ്. ഈ കഥ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഒരുപാട് പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര കോളനികളാണ് അവിടുന്ന് വന്നത്? 13 കോളനികളാണ്. എവിടെ വന്നത്? ഇംഗ്ലണ്ടിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ്. വടക്കേ അമേരിക്കയിൽ വന്ന് അവിടെ കോളനികൾ സ്ഥാപിക്കുകയാണ്. എത്ര? 13 കോളനികളാണ്. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങളാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഇതിന്റെ പേര് പഠിച്ചു വെച്ചു. ഏതാണ്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ, വാണിജ്യ നിയമങ്ങൾ അറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഓക്കെ, അപ്പൊ എത്ര കോളനികളാണ് വന്നത്? 13 കോളനികളാണ്. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ഇത്ര കാര്യങ്ങൾ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ക്ലിയർ ആവണം. ഇതൊക്കെ SCRT പോയിന്റ് ആണ്. ഫുൾ SCRT എടുത്തുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോ. ഇവിടെ നിന്ന് തന്നെയാണ് PSC ക്ക് എപ്പോഴും ചോദിക്കാൻ ഇഷ്ടമുള്ളത്. അപ്പൊ SCRT പോയിന്റ്സ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് തീർത്ഥാടക പിതാക്കൾ. ആരാണ് തീർത്ഥാടക പിതാക്കൾ? അങ്ങനെ അവിടെ നിന്നും കുടിയേറി വന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ എവിടെ നിന്നും കുടിയേറി വന്നത്? ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറി വടക്കേ അമേരിക്കയിലേക്ക് വന്നതാണ് അല്ലെ? ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് വന്ന ആ ആളുകളെയാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ 1492 എന്താണ് ഈ വർഷം? 1492 ആരാണ്? കൊളംബസ്. 1492 കൊളംബസ് എവിടെ വരികയാണ്? കൊളംബസ് അമേരിക്കയിലേക്ക്, കൊളംബസ് അമേരിക്കയിൽ എത്തുകയാണ്. അതായത് വടക്കേ അമേരിക്കയിൽ എത്തിയിട്ട് അവിടെയുള്ള ആളുകളെ ഇന്ത്യക്കാരാണെന്ന് വിചാരിക്കുകയാണ്. അവരെ ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ച് അവരെ ഇന്ത്യക്കാരെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇവർ അറിയപ്പെട്ടിരുന്ന പേരാണ്, അവിടുത്തെ ആളുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് റെഡ് ഇന്ത്യൻസ്. ഓക്കെ, റെഡ് ഇന്ത്യൻസ്. വടക്കേ അമേരിക്കയിലെ ആളുകൾ പിന്നീട് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? റെഡ് ഇന്ത്യൻസ്. എപ്പോഴാണ്? 1492 ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദ്യം വന്നാൽ അത് കൊളംബസ് ആണ് കേട്ടോ. കൊളംബസ് ആണ്. ഓക്കെ, മേയ്ഫ്ലവർ എന്ന കപ്പലിൽ വടക്കേ അമേരിക്കയിലെത്തി. ഞാൻ പറഞ്ഞല്ലോ, മേയ്ഫ്ലവർ എന്ന കപ്പലിലാണ് അവര് എവിടെ നിന്നും? ഇംഗ്ലണ്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നത്. ഏത് കപ്പലിലാണ്? മേയ്ഫ്ലവർ എന്ന കപ്പലിലാണ്. ഈ കപ്പലിന്റെ പേര് നമുക്ക് പഠിക്കാണ്ട്. വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു 3 കപ്പലുകൾ പഠിക്കാണ്ടല്ലോ. എപ്പോഴും വാസ്കോഡഗാമയുടെ ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുള്ളതാണ്. ഏതൊക്കെയാണ്? വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ. അതായത് വാസ്കോഡഗാമ ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ, ആദ്യമായിട്ട് കേരളത്തിലെത്തുമ്പോൾ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താന്ന് വെച്ചാൽ സെന്റ് ഗബ്രിയേൽ ആണ് അല്ലെ? സെന്റ് ഗബ്രിയേൽ. പിന്നെ വാസ്കോഡഗാമയെ പിന്തുണച്ച 2 കപ്പലുകളും നമുക്ക് പഠിക്കാണ്ട്. സെന്റ് റാഫേൽ ദി ബെറിയോ. സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ, അങ്ങനെ 2 കപ്പലുകളുണ്ട്. ജസ്റ്റ് പഠിച്ചു വെക്കുക. അപ്പൊ ഈ മേയ്ഫ്ലവർ എന്ന കപ്പലിലാണ് ഇംഗ്ലണ്ടിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് എത്തിയത്, വടക്കേ അമേരിക്കയിലേക്ക് എത്തിയത്. ബോസ്റ്റൺ ടീ പാർട്ടി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വരും അല്ലെ? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്? 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ബോസ്റ്റൺ ടീ പാർട്ടി എന്താന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? തേയില പാക്കറ്റുകളെ കടലിലേക്ക് എറിഞ്ഞതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതായത് ടാക്സിനെതിരായിട്ട് അല്ലെ?
നികുതിക്കെതിരായിട്ട് എന്താണ് ഈ തേയില ഫാക്ടറികൾ കടലിലേക്ക് കൊണ്ടുപോയി എറിയാണ്. അതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പിന്നെ അറിയപ്പെട്ടത്. എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി? 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. ഓക്കെ, അപ്പൊ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ്? 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. പഠിച്ചു വെച്ചോ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടും എപ്പോഴാണ്? ഒന്ന് 74 പിന്നെ ഒന്ന് 75 ഓക്കെ, 74 75. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും ഇത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും. രണ്ടും നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, രണ്ടും എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഫിലാഡൽഫിയ. രണ്ടും ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നത്. ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഒരു കോളനി മാത്രം പങ്കെടുത്തില്ല. ഞാൻ പറഞ്ഞു 13 കോളനികളാണ് വന്നിട്ടുള്ളത്. ഈ 13 കോളനികളിൽ ഒരു കോളനി മാത്രം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്തില്ല. അതുകൊണ്ടാണ് ആ പേര് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? ജോർജിയാണ് അല്ലെ? നമ്മൾ ആദ്യം പഠിച്ചു ജോർജിയ. ഓക്കെ, ജോർജിയയാണ് ഒന്നാം കോണ്ടിനെന്റിൽ പങ്കെടുക്കാതിരുന്ന കോളനി. ഏതാണ്? ജോർജിയ. പിന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ്? 1775. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടണെയാണ് സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത്. ഓക്കെ, ജോർജ് വാഷിംഗ്ടൺ. അപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ്? 1774 75. 74 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 75 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. രണ്ടും എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയ. ഓക്കെ, എവിടെ വെച്ചിട്ടാണ്? രണ്ട് കോണ്ടിനെന്റൽ കോൺഗ്രസും നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാണ്? കോളനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. ഏതാണ്? ജോർജിയ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം? എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അല്ലെ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. ഓക്കെ, അത് ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. പ്രധാനമായിട്ടും എന്ത് പഠിക്കണം? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 1773 ഡിസംബർ 16. അപ്പോഴാണ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16. എത്ര കോളനികളാണ് ഉണ്ടായിരുന്നത്? 13 കോളനികളാണ്. അവരെങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത്? ഏത് കപ്പലിലാണ്? മേയ്ഫ്ലവർ എന്ന കപ്പലിലാണ്. എന്തായിരുന്നു കാരണം? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്നാണ് അവരവിടെ നിന്നും നാടുമാറി ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് പിന്നെ കോളനികൾ സ്ഥാപിച്ചത്. ഇവരെ ആര് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് ആരാണ്? അത് കൊളംബസ് ആണല്ലേ. 1492 അവിടെ എത്തിയ കൊളംബസ് ഇവരെ കണ്ടിട്ട് ഇന്ത്യൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരെ ഇന്ത്യൻസ് എന്ന് വിളിക്കുകയാണ്. പിന്നീട് ഇവരെ എന്തറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഓക്കെ, റെഡ് ഇന്ത്യൻസ്. അപ്പൊ റെഡ് ഇന്ത്യൻസ് എന്ന പരാമർശം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തീർത്ഥാടക പിതാക്കൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പഠിച്ചു വെച്ചല്ലോ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1776 ജൂലൈ 4 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരെന്ന് ചോദിക്കും. അതായത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ലെ? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ലെ? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? ഇവിടെ നമ്മൾ എന്തൊക്കെ പേരുകൾ പഠിച്ചു? ആദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ഒരു മിനിറ്റ് വെള്ളം കുടിക്കട്ടെ. അപ്പൊ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? മുദ്രാവാക്യം എഴുതിയത് മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ ജെയിംസ് വെച്ച് ഒരു പേരും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ജെയിംസ് മാഡിസൺ. ആരാണ്? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാണ് ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അപ്പൊ അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാണ് ജെയിംസ് മാഡിസൺ. പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയതാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ജോർജ് വാഷിംഗ്ടൺ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. ഓക്കെ,
ഓക്കെ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയ. എത്ര കോളനികൾ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചു? 13 കോളനികളാണ്. അവരെങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്? മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ്. ആ കപ്പലിന്റെ പേര് അതുപോലെ തന്നെ പഠിച്ചു വെച്ചു. എന്താണ്? മെയ്ഫ്ലവർ. മെയ്ഫ്ലവർ എന്താണ്? മെയ്ഫ്ലവർ. ഓക്കെ, മെയ്ഫ്ലവർ. കോളനി അല്ലേ? കോളനി. ഓക്കെ, കോളനികൾ ഇവിടെ വന്ന് കോളനി സ്ഥാപിക്കാണ്. അപ്പൊ മെയ്ഫ്ലവർ കണക്ട് ചെയ്യാൻ, ആ ഫ്ലവർ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ കോളിഫ്ലവർ പഠിച്ചു വെച്ചു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് കോളിഫ്ലവർ എന്ന് ആലോചിച്ചിരിക്കേണ്ട. ഓപ്ഷനിൽ കോളിഫ്ലവർ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ആൻസർ ചെയ്തില്ല എന്ന് പറയരുത്. മെയ്ഫ്ലവർ ആണ്, ആ ഫ്ലവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എഴുതി തയ്യാറാക്കിയത്. അതായത് എന്ത് എഴുതി തയ്യാറാക്കിയത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എപ്പോഴാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെ? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതാണ് കേട്ടോ. എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? 1776 ജൂലൈ 4. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ യുദ്ധം അവസാനിച്ചത്. ഓക്കെ, യുദ്ധം അവസാനിച്ചത് എപ്പോഴാണ്? 1781. ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ഇത് ഏത് വർഷമാണെന്ന് പഠിച്ചു വെച്ചോട്ടോ. പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി. എപ്പോഴാണ്? 1783 പാരീസ് ഉടമ്പടി. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞു, ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ യുദ്ധം അവസാനിച്ചത് അല്ലെ? കോളനികളും അമേരിക്കക്കാരും തമ്മിലുള്ള ആ യുദ്ധം അവസാനിച്ചത് എപ്പോഴാണ്? 1781. പിന്നെ ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി അല്ലെ? ഇംഗ്ലണ്ട് ഈ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി 1783. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, കുറച്ച് ആളുകൾ ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് 13 കോളനികൾ സ്ഥാപിക്കുകയാണ്. ഇത് അവിടുത്തെ ആളുകൾക്ക് മാത്രമല്ല പറ്റാതാവുക, സ്വാഭാവികമായിട്ടും ഈ അമേരിക്കക്കാർക്ക് ഇത് പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇവര് അടക്കി വാഴുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ അവര് വന്നിട്ട് ഇവിടെ കോളനികളൊക്കെ സ്ഥാപിച്ചത് അവരുടെ സ്ഥലമാക്കി എടുക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ആർക്ക്? അമേരിക്കക്കാർക്ക് പറ്റില്ല. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ചില വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യും? ചില ആളുകളുടെ വചനങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, ചില ആളുകൾ പറഞ്ഞ വാക്കുകൾ. ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ. ഓക്കെ, അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ജോർജ് വാഷിംഗ്ടൺ ആണ് കേട്ടോ. ഓക്കെ, ജോർജ് വാഷിംഗ്ടൺ. അതായത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാലും ജോർജ് വാഷിംഗ്ടൺ ആണ്. പിന്നെ എന്താണ്? ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്കാണ്. ഈ വാക്കുകളൊക്കെ എങ്ങനെ പഠിക്കുന്നല്ല ആലോചിക്കുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരട്ടെ. അതായത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അതിൽ എന്താണ് പറയുന്നത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിലൊരു മൗലിക അവകാശങ്ങളാണ് മനുഷ്യന് എന്ത് വേണം? സ്വാതന്ത്ര്യം അല്ലേ? സഞ്ചാര സ്വാതന്ത്ര്യം വേണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, നമ്മളൊരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതെന്താണ്? സ്വാതന്ത്ര്യം ഇല്ലായാണ്. ഓക്കെ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലോക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമ്മളെ റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തില്ല? നമുക്ക് സ്വാതന്ത്ര്യമല്ല. ഓക്കെ, അപ്പൊ മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ, ഓക്കെ, മൗലിക അവകാശങ്ങൾ, അതും ഈ ലോക്കും വെച്ചിട്ട് കണക്ട് ചെയ്യുക. ലോക്ക് ചെയ്ത് എന്താണ്? മൗലിക അവകാശത്തിന്റെ ഒരു ലംഘനാണത്. ഓക്കെ, നമ്മളെ ലോക്ക് ചെയ്തിടുക പറഞ്ഞാൽ എന്താണ്? മൗലിക അവകാശം ലംഘിക്കുകയാണ്. ഓക്കെ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റ്, അത് ഹനിക്കുക പറഞ്ഞാൽ നമ്മളെ ലോക്ക് ചെയ്തിടുക. അപ്പൊ ലോക്ക് വെച്ച് കണക്ട് ചെയ്യാലോ. ഓക്കെ, ജോൺ ലോക്കാണ് കേട്ടോ പറഞ്ഞത്. ജോൺ ലോക്കാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ആരാണ്? ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. ഓക്കെ, എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്കാണ്. കിട്ടുമല്ലോ. ജോൺ ലോക്ക്. എങ്ങനെ കണക്ട് ചെയ്യണം? ജോൺ ലോക്കാക്കി, നമ്മളെ ലോക്കാക്കി ഇടുകയാണ്. നമ്മൾ റൂമിൽ ലോക്കാക്കിയിട്ട് എന്താണ്? നമുക്ക് മൗലികാവകാശങ്ങൾ ഇല്ല. ഓക്കെ, പിന്നെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്നും കുറച്ച് ആളുകൾ, അതായത് നോക്ക്, ഏതെങ്കിലും വിദേശ ശക്തി, ഏതാണ് ആ വിദേശ ശക്തി? അത് ഇംഗ്ലണ്ടിലെ ആളുകളാണ്. ഓക്കെ, ഇംഗ്ലണ്ട് ധാരാളം മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾക്ക് ഈ വേർഡുകളൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്നും, അതായത് ഈ വൻകര ഏത് വൻകരയാണ്? അമേരിക്ക, അതായത് വടക്കേ അമേരിക്ക. ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന്, അതായത് അവിടെ നിന്നും അവർ ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഭരിക്കുകയാണ്. അത് ഞങ്ങൾ ഇനിയിപ്പോൾ അവരെ കീഴടങ്ങി കഴിയണം എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതിന്റെ ഒരു വേദന, ഒരു പെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പെയിൻ വെച്ച് കണക്ട് ചെയ്യാലോ. തോമസ്
പെയിൻ, അതാണ് പേര്, തോമസ് പെയിൻ. അപ്പൊ കിട്ടുമല്ലോ. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ പെയിൻ കൊണ്ടാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലെ സങ്കടം കൊണ്ട്, ആ വേദന കൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആരാണ്? തോമസ് പെയിൻ ആണ് പറഞ്ഞത്. തോമസ് പെയിൻ. അപ്പൊ ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. പിന്നെ തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അല്ലേ? കാര്യം ശരിയല്ലേ? അപ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പെയിൻ കൊണ്ടാണ് പറയുന്നത്. ആലോചിച്ചാൽ പേര് കിട്ടും, തോമസ് പെയിൻ ആണ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വരാം കേട്ടോ, ഒരു വട്ടം കൂടെ വരാം. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. ഓക്കെ, തോമസ് പെയിൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, കോമൺ സെൻസ്. ഓക്കെ, കോമൺ സെൻസ് എന്ന ലഘുലേഖ രചിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? തോമസ് പെയിൻ ആണ്. ഓക്കെ, തോമസ് പെയിൻ ആണ്. ഇത് പഠിച്ചു വെച്ചോ. കോമൺ സെൻസ് രചിച്ചത് ആരാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരാണ്? അത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് തോമസ് പെയിൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കിട്ടിയല്ലോ. എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. ഓക്കെ, പിന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അദ്ദേഹം എന്താണ്? ഉള്ളിലുള്ള ആ പെയിൻ കൊണ്ടാണ്, ആ വേദന കൊണ്ടാണ് പറയുന്നത്. നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പൊ പേര് കിട്ടും. അപ്പൊ കോമൺ സെൻസ് ആരുടെയാണ്? തോമസ് പെയിൻ്റെ ആണ്. പിന്നെ ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? ജോൺ ലോക്ക് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അത് ആരുടെയാണ്? അത് ജോൺ ലോക്കിന്റെ ആണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏകദേശം പ്രധാനപ്പെട്ട ഒക്കെ കിട്ടിയില്ലേ? SCRT ഫുൾ പോയിന്റ് നമ്മൾ പരതിയിട്ടുണ്ട്, ഫുൾ പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടില്ലേ? പഠിച്ചതല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ? ആദ്യം ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി, അല്ലേ? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴാണ് ബോസ്റ്റൺ ടീ പാർട്ടി? 1773. റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. അപ്പൊ തന്നെ ഒന്ന് റിവിഷൻ ചെയ്തും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും. 1773 ഡിസംബർ 16. ഇതെന്താണ്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. പിന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? അതായത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. എത്ര കോളനികൾ ഉണ്ടായിരുന്നു? ആ എണ്ണം പഠിച്ചു വെച്ചോ. കോളനികളുടെ എണ്ണം ചോദിക്കും. 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. 13 കോളനികൾ. അതിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. 13 കോളനികളാണ് ഉണ്ടായിരുന്നത്, അല്ലെ? 13 കോളനികൾ. അതിൽ പങ്കെടുക്കാതിരുന്ന അതായത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്നത് ജോർജിയ. ഈ പേര് പഠിച്ചു വെക്കണം. പിന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതേപോലെ തന്നെ ജോർജ് വെച്ച് കണക്ട് ചെയ്യുക. ജോർജ് വാഷിംഗ്ടൺ ആണ്. ഓക്കെ, വാഷിംഗ്ടൺ കിട്ടുമല്ലോ. ജോർജ് വാഷിംഗ്ടൺ ആണ് സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അതാണ് മുദ്രാവാക്യം. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ജെയിംസ് ഓട്ടിസ് ആണ്. പഠിച്ചു വെച്ചോ. റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ഇത്രയൊക്കെ ക്ലിയർ അല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ എത്ര കോളനികളാണ്? 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലണ്ടിനകത്തോടെ ഈ നിയമങ്ങൾ പഠിച്ചു വെക്കണേ. ഓക്കെ, അവിടെ നടപ്പിലാക്കിയ നിയമങ്ങളാണ് മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ. എന്താണ് മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ? ചോദ്യം വരും. മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ എന്താണ്? മെർക്കൻലിസ്റ്റ് നിയമങ്ങൾ. തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ റെഡ് ഇന്ത്യൻസ്, എങ്ങനെയാണ് റെഡ് ഇന്ത്യൻസ് എന്നുള്ള പേര് വന്നെന്നുള്ള കഥ അടക്കം നമ്മൾ പഠിച്ചു. അപ്പൊ അതും കിട്ടി. പിന്നെ മെയ്ഫ്ലവർ എന്ന കപ്പൽ, ആ കപ്പൽ നമ്മൾ പഠിച്ചു വെക്കണം. അവിടെ നിന്നും ഇങ്ങോട്ട് വന്നത് മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ്. ഏതിലാണ്? മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ്. ദ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു, അല്ലെ? ജോർജ് വാഷിംഗ്ടൺ വരെ പറഞ്ഞു. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എപ്പോഴാണ്? 1776 ജൂലൈ 4 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാണ്? തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പഠിച്ചിട്ട് പോയിക്കോ. തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ. പഠിച്ചില്ലേ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല മുദ്രാവാക്യം
മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓക്കെ, പിന്നെ ഈ പാഠത്തിൽ നമുക്ക്, അതായത് ഇത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള പാഠത്തിൽ നിന്നല്ലേ ഈ പോയിന്റ് ഉള്ളത്, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിന്റെ മുമ്പ് നമുക്കൊന്ന് പഠിക്കാണ്ട് കുമാരനാശാന്റെ വരികൾ ആ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആരുടെ വരികളാണെന്ന് ചോദിക്കട്ടോ. ആരുടെയാണ്? കുമാരനാശാന്റെ വരികളാണ്. എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. കുമാരനാശാൻ എന്താണ് അറിയപ്പെടുന്നത്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കുമാരനാശാനാണ് കേട്ടോ. എന്താണ്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാണ്? കുമാരനാശാന്റെ ഖണ്ഡകാവ്യം വീണപൂവിലെ വീണപൂവ്. വീണപൂവാണ് കുമാരനാശാന്റെ ഖണ്ഡകാവ്യം. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? ആ പേരൊന്ന് പറയാം. തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പേര് കണ്ട് പേടിക്കണ്ട, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ കാതിൽ ഇങ്ങനെ മുഴങ്ങും. അപ്പോൾ നിങ്ങളായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് ഇട്ടോളും. എന്റെ കൂടെ ഒന്ന് പറയോ? തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കൂടെ പറയും. എന്നാൽ പേരുകളൊക്കെ ഇവിടുന്ന് ഫിക്സ് ചെയ്തിട്ട് പോവാ. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പറഞ്ഞു തന്നാൽ പോരല്ലോ. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വായിച്ചു തന്നിട്ട് ഇതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് ഇങ്ങനെ പറഞ്ഞു തരില്ല കേട്ടോ. അതായത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പഠിപ്പിക്കാനല്ലേ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകണം. അപ്പൊ നിങ്ങളും അതിനൊന്ന് എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് സഹകരിച്ച് തരണം. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുമ്പോൾ മാത്രം എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും, ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, നിങ്ങൾ ഇത് ജസ്റ്റ് എന്റെ കൂടെ അങ്ങനെ മനസ്സിലായാലും ഒന്ന് കൂടെ പറഞ്ഞു പോയാൽ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ ഭരണഘടന ആരാണ് തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൺ. ഭരണഘടന ജെയിംസ് മാഡിസൺ. ഭരണഘടന ജെയിംസ് മാഡിസൺ. ഭരണഘടന ജെയിംസ് മാഡിസൺ. മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ്. മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ്. ഓക്കെ, ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ മാർക്ക് ചെയ്ത് പറയാൻ അത് വരും. ഓക്കെ, ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് വരും. 1773 ഡിസംബർ 16. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എപ്പോഴാണ്? 1776 ജൂലൈ 4. 1776 ജൂലൈ 4. അത്രയും ക്ലിയർ അല്ലേ? രണ്ട് കോണ്ടിനെന്റൽ കോൺഗ്രസും എവിടെ വെച്ചാണ് നടന്നത്? ഫിലാഡൽഫിയ. എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് രണ്ട് കോണ്ടിനെന്റൽ കോൺഗ്രസും നടന്നത്. അതിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ആ കോളനിയാണ് ജോർജിയ. ഏതാണ്? ജോർജിയ. ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ, എല്ലാ പോയിന്റ്സും കിട്ടി. പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ യുദ്ധം അവസാനിച്ചത് 1781. പാരീസ് ഉടമ്പടി ഏത് വർഷമാണെന്നാവും ചോദ്യം വരിക? 1783 കേട്ടോ. 1783 പാരീസ് ഉടമ്പടി. ഇപ്പൊ ഭരണഘടന കിട്ടിയല്ലോ. പിന്നെ ഈ വാക്കുകൾ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. ഹനിക്ക പറഞ്ഞാൽ ലോക്ക് ചെയ്തിടുക, ജോൺ ലോക്ക്. പിന്നെ എന്താണ്? സങ്കടത്തോടെ ഒരാൾ എന്തോ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലാതെ ആരുടെയാണ്? അത് തോമസ് പെയിൻ കൊണ്ട് പറയാണ്. കോമൺ സെൻസ് ആരുടെയാണ്? തോമസ് പെയിന്റെയാണ്. അപ്പൊ അത്രയും നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് സെറ്റായി. ഇനി നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, എങ്ങനെയൊക്കെ ചോദ്യം വരുന്നൊന്ന് മനസ്സിലാക്കുക കേട്ടോ. നോക്കാം, അടുത്ത നോക്കാം, സങ്കര ഇനങ്ങൾ. ഇതും SCERT ആണ്. SCERT നിന്ന് എടുത്തിട്ടുള്ളതാണ് സങ്കര ഇനങ്ങൾ. ഇത് ബയോളജിയാണ്. ഇനി നോക്കിക്കോട്ടോ, ഇന്ന് കമന്റ് വരും, സാറേ സയൻസ് എടുക്കുന്നത്. ഇത് സയൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ബയോളജിയാണ്. ഇത് ബയോളജിയിലെ ചാപ്റ്റർ ആണ്, SCERT ചാപ്റ്റർ ആണ്. ഓക്കെ, സയൻസും എല്ലാം നമുക്ക് കവർ ചെയ്ത് പോട്ടെ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. അത് കിട്ടാതിരിക്കും, അതായത് എക്കണോമിക്സ് കിട്ടാതിരിക്കും, സയൻസ് കിട്ടാതിരിക്കും, അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ തീർച്ചയായിട്ടും തരട്ടെ. എന്തായാലും എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരണം. നിങ്ങൾക്ക് മാർക്ക് വാങ്ങി തരണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതായത് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായാലും ഏത് ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ പഠിപ്പിക്കണം എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എന്തായാലും മാർക്ക് നേടും. ആ ഒരു ഉറപ്പ് ഞാൻ തന്നതല്ലേ തുടക്കത്തിൽ. പിന്നെ ഞാൻ നിർത്തി പോകുന്നില്ല. സാർ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരെയും വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരുപാട് നന്ദി കേട്ടോ. കാരണം ഇത് 100% ആളുകൾ കാണുമ്പോൾ അതിൽ 1% ആളുകളാണ് നല്ല നല്ല കമന്റുകൾ ഇടുക. അതായത് നല്ലത് ഇടാന്നല്ല, കമന്റുകൾ ഇടുന്നത് തന്നെ 1% ആളുകളാണ്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് കണ്ടുപോകുന്നുള്ളൂ. ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ സത്യമായിട്ട് മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഉപകരിക്കണം, അത്ര ഞാനും വിചാരിച്ചുള്ളൂ. നിങ്ങളുടെ ആ കമന്റ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവും അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെന്നും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഇത്. അതായത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എന്നെ അറിയിക്കാൻ മറക്കരുത്. ഓരോരുത്തരും അറിയിക്കുക. അതായത് കുറച്ച് ആളുകൾ മാത്രമാണ് എപ്പോഴും കമന്റ് ചെയ്യാറുള്ളത്. എന്നാലും എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇങ്ങനെ തന്നെ, അതായത് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കുന്നത്. നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഞാൻ പറയുന്നത് കമന്റ് ഇടാനല്ല, ഞാൻ പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കൂടെ ഇങ്ങോട്ട് തിരിച്ച് പറയുന്നത്. അതായത് അതിന്റെ ഉത്തരം എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ ഇങ്ങോട്ട് പറയുന്നത്. ഈ രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതാണ് നിങ്ങളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുള്ളൂ. ഓക്കെ, നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത്
പറയണം. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. പിന്നെയും ഞാൻ പറയുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഏതാണ് മിസ്റ്റേക്ക് വരുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാൻ. പിന്നെ വേണം റിവിഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ. ഇതൊന്നും കണ്ടുപിടിക്കണ്ട കേട്ടോ, ഇപ്പൊ തന്നെ സെറ്റാക്കി തരാം. ഓക്കെ, ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകും. എല്ലാ ഭാഗവും എടുക്കുമ്പോൾ ഞാൻ പറയും ഇത് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇത്. പേര് കണ്ടിട്ട് ഒന്നും ടെൻഷൻ ആവണ്ട, ഇവിടുന്ന് നമ്മൾ പഠിച്ചിട്ടേ പോകുള്ളൂ. ജസ്റ്റ് പറഞ്ഞു തരല്ല, ഞാൻ പഠിപ്പിക്കും. ഓക്കെ, നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ഇതും തമ്മിലുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നെല്ല് ഒന്ന് ആലോചിച്ച് നോക്കുക. നെല്ല് എന്താണ്? നമ്മുടെ അന്നമാണ് അല്ലെ? നെല്ല് നമ്മുടെ അന്നമാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ഒരാളാണ് അന്നപൂർണ എന്ന് നമുക്കറിയാം. അപ്പൊ അന്നം, ഈ ഗ്രൂപ്പിനെ നമ്മൾ ഇനി പഠിച്ചു വെക്കും. അതായത് എന്റെ കൂടെ ഒന്ന് ഒപ്പം പറയണേ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഈ സാധനങ്ങൾ ഒപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാലും ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. പിന്നെ ഇത് ഏതിന്റെ ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നം. ഓക്കെ, അന്നം അല്ലെ? അന്നമാണ് നെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഏതാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഒരു വട്ടം കൂടെ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഏതിന്റെ സങ്കര ഇനമാണ്? നെല്ലിന്റെ സങ്കര ഇനമാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകണം. കാരണം ഇതൊക്കെ പിന്നെ പഠിക്കാവുന്നത് എങ്ങനെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവും. അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ, അതായത് എക്സാം എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു റിവിഷനെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചു പോകാലോ. ഓക്കെ, എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടാലും അതിലൊരു മടുപ്പ് തോന്നരുത്. മടുപ്പ് തോന്നുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകട്ടോ. അതായത് പവിത്ര, ഹ്രസ്വ, അതായത് നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറും. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് പാലസിൽ ഈ സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം കാണുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പുറത്തേക്ക് ഇടാൻ നോക്കുമ്പോൾ ഈ സാധനങ്ങൾ പുറത്തേക്ക് വന്നോളും. നിങ്ങൾക്ക് പിന്നീട് ഇത് ഉപകരിക്കും. അവർ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഏതിന്റെ സങ്കര ഇനമാണ്? നെല്ലിന്റെ. നെല്ലാണ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അന്നപൂർണ, അന്നം അല്ലേ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ നെല്ലിന്റെ സങ്കര ഇനമാണ്. ഈ സുവർണ നമുക്ക് പഠിക്കാണ്ട് അല്ലേ? വിറ്റാമിൻ എയിൽ നിന്നും ലഭിക്കുന്നതാണ് അല്ലെ? വിറ്റാമിൻ എയിൽ നിന്നല്ല, സുവർണ അരിയിൽ നിന്നും ലഭിക്കുന്നതാണ് വിറ്റാമിൻ എ. അപ്പൊ വിറ്റാമിൻ എ ലഭിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ സുവർണയിൽ നിന്നാണ് കേട്ടോ. സുവർണയിൽ നിന്നാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത്. അതും പഠിച്ചു വെക്കുക, പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഏതിന്റെയാണ്? അത് നെല്ലിന്റെയാണ്. ഇനി നിങ്ങളൊന്ന് പറയാം, ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഇനി കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ അല്ലാണ്ട് പഠിക്കാം. അപ്പൊ നെല്ല് പഠിച്ചു. ഇനി പയർ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതിലാണ് പാട്ടുള്ളത്. അതായത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അങ്ങനെ പാട്ടുകളിൽ പഠിച്ചു പോവാ. അതായത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇനി എങ്ങനെ കണക്ട് ചെയ്യാം? മാലിക. ഓക്കെ, മാല വെച്ച് കണക്ട് ചെയ്യാം. മാലിക. ഇതെന്താണ്? പയർ ഇങ്ങനെ മാല പോലെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. പയർ ഇങ്ങനെ കെട്ടി മാല പോലെ തൂക്കാൻ പറ്റും നാലേക്ക്. അപ്പൊ പയർ കാണുമ്പോൾ മാലയായിട്ട് കാണാം. പയർ ഇങ്ങനെ വള്ളി പോലെ അല്ലേ? മാല പോലെ കിടക്കുന്നല്ലേ? അപ്പൊ പയർ വെച്ച് കണക്ട് ചെയ്യുക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ അത് പഠിച്ചല്ലോ. അപ്പൊ അത് ഏതിന്റെയാണ്? പയറിന്റെയാണ്. എങ്ങനെ? മാലിക വെച്ച് കണക്ട് ചെയ്യുക. മാലിക വെച്ചിട്ട് പയറിന്റെ കണക്ട് ചെയ്യുക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഏതാണ്? നെല്ലിന്റെ ഏതാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. SCRT ആണ്. ഇത് അതേപോലെ തന്നെയാണ് എപ്പോഴും ചോദ്യം വരാറുള്ളത്. എപ്പോഴും വരാറുണ്ട്. ഓക്കെ, ചോദ്യങ്ങൾ എപ്പോഴും സങ്കര ഇനങ്ങളിൽ നിന്ന് എപ്പോഴും ഈ ബോക്സിൽ നിന്ന് തന്നെ അങ്ങനെ ചോദ്യം വരും. ഓക്കെ, ഉറപ്പിച്ചിട്ട് പോയിക്കോ, ചോദ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് പോയിക്കോ, കണ്ട നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. ഓക്കെ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. അത് ഏതിന്റെയാണ്? അന്നം അല്ലേ? ഏതിന്റെ? നെല്ലിന്റെ സങ്കര ഇനമാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പയറിന്റെയാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അടുത്തത് പച്ചമുളക്. സിമ്പിൾ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ള സാധനമാണ് ഇത്. പച്ചമുളക്. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഇത് സിമ്പിൾ ആണ്. കാരണം പച്ചമുളക് ആലോചിച്ചാൽ മതി. പച്ചമുളക് ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉജ്ജ്വലം അല്ലെ? പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജ്വാല അല്ലെ? ഉജ്ജ്വലം, ജ്വാല രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പച്ചമുളക് കടിച്ച് കുറച്ചായിരുന്നു ചവച്ചിട്ട് ആകെ പുകഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ വല്ല ഐസ് കട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാരയൊക്കെ എടുത്ത് വായിലിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം അല്ലേ? അപ്പം എന്താണ്? ഉജ്ജ്വല, ജാലമുഖി. ഉജ്ജ്വലം അല്ലേ? ജ്വാല. പിന്നെന്താണ്? വല്ല പഞ്ചസാര എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം കിട്ടും. അപ്പൊ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹം. ഏതിന്റെയാണ്? പച്ചമുളകിന്റെ ആണെന്ന് കണക്ട് ചെയ്യാലോ. പച്ചമുളക് കടിച്ചെന്താണ്? ഉജ്ജ്വലം അല്ലേ? ഉജ്ജ്വലം. മമ്മൂട്ടിയുടെ ഏതോ സിനിമയില് മറ്റേ
ഹരികൃഷ്ണൻസിലല്ലേ മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ ഓഹോ വണ്ടർഫുൾ അല്ലേ. അപ്പൊ ആ സാധനം വെച്ച് കണക്ട് ചെയ്യണേ. ഉജ്ജ്വല ജ്വാലമുഖി അനുഗ്രഹ, ഉജ്ജ്വല ജ്വാലമുഖി അനുഗ്രഹ, ഉജ്ജ്വല ജ്വാലമുഖി. ഈ സാധനം കണക്ട് ചെയ്തിട്ടോ അങ്ങനത്തെ ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അധികം കാണാതെ പഠിച്ച മൈൻഡിൽ നിൽക്കില്ല. ഓക്കെ, കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കട്ടോ, അങ്ങനെ പഠിക്കരുത് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ 3 പഠിച്ചില്ലേ? ഉജ്ജ്വല ജ്വാലമുഖി, ഉജ്ജ്വല ജ്വാല രണ്ടും കണ്ടാൽ കിട്ടും. പിന്നെ അനുഗ്രഹം, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു തന്നു. അത് എന്ത് തിന്ന് കഴിയുമ്പോൾ എന്തോ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടുന്ന് കണക്ട് ചെയ്യും. അതായത് പച്ചമുളക് അടിച്ച് പിന്നെ നമ്മൾ പഞ്ചസാര എന്തെങ്കിലും എടുത്ത് വായിലിടുമ്പോൾ അനുഗ്രഹം അല്ലേ. പിന്നെ വെണ്ട, കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഏതൊക്കെയാണ്? കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഒപ്പം പറഞ്ഞു പോവോ? കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഇതൊരു ഗ്രൂപ്പാണ്. കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഏതാണ്? കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഓക്കെ, നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറയുമ്പോഴാണ് ഇതൊരു ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുക. ഇത് ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നാലേ നിങ്ങൾക്ക് ആൻസറിൽ ഇതിൽ പെടാത്തത് ഏത് പെടുന്നത് ഏത് എന്നൊക്കെ കണക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഓപ്ഷൻസ് ഒപ്പം വായിക്കുമ്പോൾ കിട്ടും ഇത് ഈ ഗ്രൂപ്പിലുള്ള സാധനം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്. കിരൺ അർക്ക ലോല അനാമിക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അതില്ല എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കിരൺ അർക്ക അനാമിക സൽകീർത്തിയാണ് നമ്മൾ പഠിച്ചത്. ലോല എവിടെയാണ്? ലോല മാലിക ഒക്കെ പയറിന്റെ ആണ്. ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. ഓക്കെ, അപ്പൊ കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി. അതിന്റെ വെണ്ടയുടെ ആണ്. ഇനി എങ്ങനെ കണക്ട് ചെയ്യാം? കിരൺ അർക്ക, നിങ്ങൾക്ക് അറിയാം അർക്ക പറഞ്ഞ എന്താ? അർക്ക അല്ലേ, അർക്ക. നമ്മൾ ഈ കോഴിനെയും പോത്തിനെയൊക്കെ അറക്കില്ലേ, അത് വെച്ച് കണക്ട് ചെയ്യാലോ. ഓക്കെ, കോഴിനെയും പോത്തിനെയൊക്കെ അറക്കുമ്പോൾ അഥവാ ഈ കോഴിക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി എന്ത് പറയും? വേണ്ട വേണ്ട എന്ന് പറയില്ല. ഇറക്കാൻ പോകുമ്പോൾ കോഴി കക്ക എന്ന് പറഞ്ഞ് തൊള്ളതാണ്. പക്ഷെ നമ്മളോട് അതെന്താവും പറയുന്നുണ്ടാവുക? വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടാവും. അഥവാ അതിന് നമ്മളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറയും. അത് വെച്ചിട്ട് വെണ്ട കണക്ട് ചെയ്യുക. വെണ്ട, കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പൊ തന്നെ നിങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരു 80% മൈൻഡിൽ കയറിയിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ 100% പെർഫെക്റ്റ് ആവും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടേ പോവുള്ളൂ, ഉറപ്പാ. കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി. അർക്ക കണക്ട് ചെയ്യുക. വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക അനാമിക സൽകീർത്തി. എങ്ങനെ കണക്ട് ചെയ്യുക? കിരൺ അർക്ക അനാമിക സൽകീർത്തി. അർക്ക, അറക്കുമ്പോൾ നമ്മൾ അതായത് കോഴിക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി എന്ത് പറയും? വേണ്ട വേണ്ട എന്ന് പറയില്ലേ. അപ്പൊ വെണ്ട, വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി. കോഴി വേണ്ട എന്ന് പറയുന്ന ആലേക്ക് അർക്ക വേണ്ട, അർക്ക വേണ്ട കണക്ട് ചെയ്യുക. കിരൺ അർക്ക അനാമിക സൽകീർത്തി. ഓക്കെ, അപ്പൊ അതും പഠിച്ചു. ഇനി വഴുതന, സൂര്യ ശ്വേത ഹരിത നീലിമ. സൂര്യ വഴുതനയുടെയാണ്. സൂര്യ ശ്വേത ഹരിത നീലിമ, സൂര്യ ശ്വേത ഹരിത നീലിമ. ഏതിന്റെയാണ്? വഴുതന. സൂര്യ ശ്വേത ഹരിത നീലിമ, വഴുതന. സൂര്യ ശ്വേത ഹരിത നീലിമ ഏതിന്റെയാണ്? വഴുതനയുടെയാണ്. സൂര്യ ശ്വേത ഹരിത നീലിമ, സൂര്യ ശ്വേത ഹരിത നീലിമ. ഓക്കെ, ഏതിന്റെയാണ്? വഴുതന. ഓക്കെ, വഴുതന പറയുമ്പോൾ വഴുക്കണത് ആലോചിച്ചാൽ മതി കേട്ടോ. വഴുക്കുക, അതായത് നീലിമ. നീല കളർ എന്താ നമുക്ക് കണക്ട് ചെയ്യാൻ വരിക? ഉജാല കണക്ട് ചെയ്യാം കേട്ടോ. ഉജാല, അതായത് നമ്മൾ എന്താണ് ഉജാല ചവിട്ടിയിട്ട് വഴുക്കണത് ആലോചിച്ചാൽ മതി. ഉജാല നീല വെച്ച് കണക്ട് ചെയ്യാനാണ്. ഈ നീലിമ വെച്ചിട്ട് കണക്ട് ചെയ്യണേ. അതായത് വഴുക്കുക, നീല കണ്ട വഴുക്കുക, അത് ആലോചിച്ചാൽ മതി. നീല വഴുക്കുക. അപ്പൊ സൂര്യ ശ്വേത ഹരിത നീലിമ, സൂര്യ ശ്വേത ഹരിത നീലിമ. നീല ഉജാലയിൽ ചവിട്ടി വഴുക്കുകയാണ്. ഓക്കെ, വഴുതന. ഉജാലയിൽ ചവിട്ടി വഴുക്ക, വഴുതന, വഴുത. ഓക്കെ, വഴുത. അപ്പൊ ഉജാല നീലിമ, നീല കളർ വെച്ച് കണക്ട് ചെയ്യണേ. ഉജാല വെച്ചിട്ട് എങ്ങനെയും ഒന്ന് കണക്ട് ചെയ്യുക. സൂര്യ ശ്വേത ഹരിത നീലിമ, സൂര്യ ശ്വേത ഹരിത നീലിമ. പിന്നെ അർക്ക ഏതിന്റെയാണ്? കിരൺ അർക്ക അനാമിക സൽകീർത്തി, കിരൺ അർക്ക എന്താണ്? വേണ്ട വേണ്ട, വെണ്ട അല്ലെ, വെണ്ടയുടെ സങ്കരീനങ്ങളാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി. പിന്നെ പച്ചമുളകിന്റെയാണ് ഉജ്ജ്വല അല്ലെ. പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉജ്ജ്വലം, ഉജ്ജ്വല. പിന്നെ അതാണ് ജ്വാല. പിന്നെ പച്ചമുളക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ല പഞ്ചസാര അല്ലെങ്കിൽ ഐസ് കട്ട എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മുടെ വായിലിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം. അപ്പൊ ഏതൊക്കെയാണ്? പച്ചമുളകിന്റെ സങ്കരീനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഓക്കെ, അപ്പൊ അതും പഠിച്ചു. ഇനി ലാസ്റ്റ് തക്കാളി, അക്ഷയ അനഘ മുക്തി, അക്ഷയ അനഘ മുക്തി. ഓക്കെ, അത് ഏതിന്റെയാണ്? തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് അക്ഷയ അനഘ മുക്തി, അക്ഷയ അനഘ മുക്തി. ഓക്കെ, അക്ഷയ അനഘ മുക്തി, അക്ഷയ അനഘ മുക്തി. കിട്ടുമോ? അക്ഷയ അനഘ മുക്തി ഏതിന്റെയാണ്? തക്കാളിയുടെയാണ്. ഓക്കെ, അപ്പൊ അക്ഷയയിലെ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ എന്തുണ്ടാവുള്ളൂ? അക്ഷയയിൽ വർക്ക് ചെയ്യുന്ന അനഘ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ എന്തുണ്ടാവുള്ളൂ? മുക്തി കിട്ടുള്ളൂ. ഓക്കെ, അക്ഷയയിൽ വർക്ക് ചെയ്യുന്ന അനഘ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ മുക്തി കിട്ടുള്ളൂ. ഓക്കെ,
അക്ഷയയിൽ വർക്ക് ചെയ്യുന്ന അനഘ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ മുക്തി ഉണ്ടാവുള്ളൂ. തക്കാളി കിട്ടിയാലേ മുക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ അക്ഷയ അനഘ മുക്തി, അക്ഷയ അനഘ മുക്തി. ഇനി ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റേതിന്റെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒന്നിന്റെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഓപ്ഷനിൽ എത്താൻ പറ്റും. കാരണം ഇത് അങ്ങനെയുള്ള സാധനമാണ്. ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. ചോദ്യം വന്നിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടാണെങ്കിൽ ഇത് അവിടെ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഇതിന്റെ അല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ പഠിക്കുന്നത് പെർഫെക്റ്റ് ആയി പഠിച്ചു വെക്കുക. അപ്പൊ തക്കാളിയുടെ അക്ഷയ അനഘ മുക്തി, അക്ഷയ അനഘ മുക്തി. അക്ഷയയിലെ അനഘ ചേച്ചിക്ക് എന്താണ്, എന്ത് കിട്ടിയാലേ മുക്തി ഉണ്ടാവുള്ളൂ? തക്കാളി കിട്ടിയാലേ മുക്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, അക്ഷയ അനഘ മുക്തി കണക്ട് ചെയ്യുമല്ലോ. ഇനി നെല്ലിന്റെ എന്താണ്? പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. ഓക്കെ, നെല്ലിന്റെ സങ്കരയിനമാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ ഏതിന്റെയാണ്? നെല്ലിന്റെ. എങ്ങനെ കണക്ട് ചെയ്യാം? അന്നപൂർണ, അന്നപൂർണ വെച്ച് കണക്ട് ചെയ്യാം. പവിത്ര ഹ്രസ്വ. റിപ്പീറ്റ് ചെയ്ത് വരും. ഒന്ന് എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് വരും. ഞാൻ ഇവിടുന്ന് പോട്ടെ, അതായത് കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഒന്ന് നെല്ലിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? പവിത്ര, പിന്നെ ഹ്രസ്വ, പിന്നെ അന്നപൂർണ സുവർണ. ഏതൊക്കെയാണ്? പവിത്ര. 3 വട്ടം പറയാം. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ. ഏതിന്റെയാണ്? നെല്ലിന്റെയാണ്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അന്നം, അന്നപൂർണ. അന്നം ഏതിനാണ്? നെല്ലിന്റെയാണ്. അന്നപൂർണ സുവർണ. ഓക്കെ, പിന്നെ വെണ്ട. വേണ്ട എന്നാരാ പറഞ്ഞത്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അത് വെണ്ടയുടെയാണ്. അർക്ക വേണ്ട, അർക്കണ്ട. ഓക്കെ, അപ്പൊ വേണ്ട. ഓക്കെ, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഏതാണ് നമ്മൾ പാട്ട് പഠിച്ചത്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അപ്പൊ മാലിക എന്തിന്റെയാണ്? പയറാണ് അല്ലെ? പയറിന്റെ സങ്കരയിനാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പിന്നെ വഴുതന ഏതാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. നീല കളർ ഉജാല, വഴുക്ക്, വഴുതന. ഓക്കെ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. പിന്നെ പച്ചമുളകാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ഉജ്ജ്വലം അല്ലെ? ഉജ്ജ്വലം. പിന്നെ ജ്വാലമുഖി. പിന്നെ എന്താണ്? എന്തെങ്കിലും ഐസ് കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം. അപ്പൊ അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഇനി ഞാൻ ഓരോന്നിന്റെയും പറയുമ്പോൾ നിങ്ങൾ അത് ഏതിന്റെയാണ് പറയുന്നത്? ഇതിൽ ഏതെങ്കിലും പറയാം. അക്ഷയ അല്ലെ? അക്ഷയ അനഘ മുക്തി ഏതിന്റെയാണ്? തക്കാളിയുടെയാണ്. ഓക്കെ, അത് പറയാൻ വിട്ടുപോയി. അക്ഷയ അനഘ മുക്തി തക്കാളിയുടെയാണ്. ഇനി ഞാൻ ഓരോന്ന് പറയും, അത് ഏതിന്റെയാണ് നിങ്ങൾക്ക് മനസ്സിൽ കിട്ടും. അതായത് അക്ഷയ ഏതിന്റെയാണ്? അക്ഷയ അറിയാം, തക്കാളിയുടെയാണ് അല്ലെ? അക്ഷയ. സൽകീർത്തി ഏതിന്റെയാണ്? സൽകീർത്തി ഞാൻ പറഞ്ഞു. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇപ്പൊ കിട്ടിയോ? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി ഏതിന്റെയാണ്? കിരൺ, അർക്ക വേണ്ട അല്ലെ? വെണ്ടയുടെയാണ്. പിന്നെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഏതിന്റെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക പയറിന്റെയാണ്. പിന്നെ ഏതൊക്കെ പഠിച്ചു? ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹം. അപ്പൊ തന്നെ ആൻസർ വന്നില്ലേ? ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹം ഏതിന്റെയാണ്? പച്ചമുളകിന്റെയാണ്. പിന്നെ പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ ഏതിന്റെയാണ്? പവിത്ര ഹ്രസ്വ അന്നപൂർണ സുവർണ നെല്ലിന്റെയാണ്. പിന്നെ സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഏതാണ്? വഴുതനയുടെയാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അക്ഷയ അനഘ മുക്തി തക്കാളിയുടെ. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാം നമ്മൾ പഠിച്ചില്ലേ? ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? പച്ചമുളക്, വെണ്ട, വഴുതന, പയറ് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? പഠിച്ചു പോയില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതിനെ ഇതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് ടഫായി പോകുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷനോ കോഡുകളോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങളുടെ കണക്ഷൻസ് നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അമ്മായി ആയിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അമ്മാവനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടുത്തൂടെ പോകുന്ന ഒരു പട്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ട വിഷയം, നിങ്ങളുടെ വിഷയത്തിൽ തെളിഞ്ഞില്ല, അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് പിന്നെ മുമ്പിലോട്ടുള്ള കണക്ഷൻ കിട്ടുക. ഓക്കെ, പലതും അങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ BSc ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്കേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതുപോലത്തെ കോഡുകളും കണക്ഷനുകളും ഇങ്ങനെ കണക്ട് ചെയ്താൽ എനിക്ക് ഓർമ്മ കിട്ടുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങൾക്ക് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാം നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ അമേരിക്ക സ്വാതന്ത്ര്യ സമരം പഠിച്ചു, നമ്മൾ മുമ്പ് പഠിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഞാൻ പറയുമ്പോഴൊക്കെ നല്ല രീതിയിൽ എനിക്ക് റെസ്പോൺസ് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടണം. ഞാൻ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പറയും എന്ന വിശ്വാസത്തിലാണ് ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ പറയുമ്പോൾ നിങ്ങൾ അവിടുന്ന് പറയും. ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്കിത് കേൾക്കാനല്ല, നിങ്ങൾക്കറിയാം ഇത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സാറിനൊപ്പം പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ആൻസർ കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പഠിച്ചു പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ? നമുക്ക് റിവിഷൻ ചെയ്യാട്ടോ. റിവിഷൻ ഓരോ ക്ലാസ്സിലും ഇതുപോലെ റിവിഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ വരും. മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുമ്പ് ഇതൊന്നും അറിയാത്ത ഒരാളായിരുന്നു, ഇപ്പൊ ഇതൊക്കെ പെർഫെക്റ്റ്
പെർഫെക്റ്റ് ആയിട്ട് അറിയാം. ജസ്റ്റ് അറിയാന്നല്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ അറിയാം അല്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഇതുപോലെ ഓരോന്നും നമ്മൾ പഠിച്ചു പോകും. നിങ്ങൾക്ക് ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. എൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റു 99 ആളുകളും ചെയ്യാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, നിങ്ങൾ ചെയ്താലേ നിങ്ങൾ മുന്നിലേക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആ 99, അതായത് ഒന്നാമനാവണമെങ്കിൽ ആ 99 ആളുകൾ ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴേ എനിക്കൊരു ഊർജ്ജം കിട്ടുള്ളൂ. എനിക്ക് അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് ചെയ്യണം, അവർക്ക് അത്രയും ഉപകാരപ്പെടുന്നുണ്ട്, അവരതിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ആരും എന്നെ വിളിച്ച് സംസാരിക്കുക അങ്ങനെയൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പം ഇംഗ്ലീഷ് ചെയ്തിട്ടല്ലല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ആകെ ഇവിടെ നമുക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. പഠനം ഒരു സാഹചര്യത്തിൽ നിർത്തരുത്. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനർത്ഥം എല്ലാ ദിവസവും 1 മിനിറ്റ് പഠിച്ചാൽ മതി എന്ന് സാറ് പറഞ്ഞതല്ല, ഇപ്പോഴും പറയുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒന്നിനും സമയമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തിരക്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലും തിരക്കാണെങ്കിലും 1 മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും എവിടെയെങ്കിലും എന്ന് പറഞ്ഞൊന്ന് ഇരിക്കാൻ കിട്ടും. ആ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു PDF അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസിന്റെ ഭാഗമോ എന്തെങ്കിലും എടുത്ത് കാണണം. അപ്പൊ അന്നും നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ പഠിക്കാതെ ഇരുന്നിട്ടില്ല. അപ്പൊ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിനെ ബോധിപ്പിക്കണം. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ പഠിക്കുന്നുണ്ട്, കിട്ടുന്ന സമയം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടും. ഓക്കെ, ഞാൻ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നത്. ഓക്കെ, പഠിക്കേണ്ട രീതിയിൽ നമ്മൾ പഠിച്ചു പോകുന്നുണ്ടല്ലോ. നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിലുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ഡെയിലി ആകെ ഒരു ക്ലാസ് മാത്രം വെച്ച് പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചേരുക. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഓക്കെ, 3 എക്സാമിനായിട്ടാണ് നമ്മുടെ ബാച്ചിലുള്ളത്. ബൈക്കോ LDC, കമ്പനി ബോർഡ് LGS, BFA. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എന്തായാലും കയറും. അതിനാണ് ഞാൻ അപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്പനി ബോർഡ് LGS മാത്രം നോക്കാന്ന് വേണ്ടി ഇംഗ്ലീഷും മലയാളം സ്കിപ്പ് ചെയ്യേണ്ട. ഇതിന്റെ കൂടെ തന്നെ ഈ ഡേറ്റുകൾ നമുക്ക്, അതായത് ഈ ദിവസങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്, ദിവസങ്ങൾ അതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട്. അഥവാ നമ്മുടെ കമ്പനി ബോർഡ് LGSൽ നമ്മുടെ മാർക്ക്, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നല്ല വന്നിട്ടില്ലെങ്കിൽ അടുത്തത് വേഗം VFAയിൽ നമ്മൾ പിടിക്കണം. ഓക്കെ, ഒരു എക്സാം കഴിഞ്ഞു ഞാൻ നിർത്തി ഇങ്ങനെ പറഞ്ഞ് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. അപ്പോൾ കമ്പനി ബോർഡ് LGSന് മാത്രം പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളമൊക്കെ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാൻ, ഞാൻ പഠിക്കണില്ല, അതിനും പ്രിപ്പയർ ചെയ്യണം. അതിന്റെ കൂടെ തന്നെ മറ്റേതിനും ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ എക്സാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർക്കിൽ വേരിയേഷൻ തോന്നിയാലും അടുത്ത എക്സാമിൽ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഈ എക്സാമിൽ ഇതാണ് എനിക്ക് പറ്റിയ അബദ്ധം, അപ്പൊ ഇതിനി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നന്നായി തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഹോട്ട് ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്താൽ ഉറപ്പിച്ചോ നിങ്ങൾ പർച്ചേസ് ചെയ്തോ, നിങ്ങൾക്ക് തീർച്ചയായും 100% അത് യൂസ്ഫുൾ ആവും. അത് ഈ എക്സാമിനല്ല, ഏതൊരു എക്സാമിനും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹോട്ട് ടോപ്പിക്സ്. പിന്നെ ഞാൻ പറഞ്ഞു അതിന് വാലിഡിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ, അതായത് ഏത് എക്സാമിനാണോ വേണ്ടത് ആ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾ ഒരു വട്ടം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, പഠനം നിർത്തരുത്. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഓരോ ചെറിയ ചെറിയ സമയം കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സമയങ്ങളും ഇതിനായിട്ട് മാറ്റി വെക്കുക. ചിലപ്പോൾ അവിടെയും ഇവിടെ 5ഉം 10ഉം 1 മിനിറ്റുകൾ കൂടിയിട്ടാവും 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആവുന്നത്. ഒരു ദിവസം ഒന്നും പഠിക്കാൻ സമയം കിട്ടാത്ത ദിവസവും ഞാൻ 20 മിനിറ്റ് ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും എന്തിലൊക്കെ പെട്ടുപോയാലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അത് 1 മിനിറ്റ് ആണെങ്കിലും 2 മിനിറ്റ് ആണെങ്കിലും എത്ര നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര കുഞ്ഞു സമയമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ആ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു ചോദ്യമാവും, അതായത് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ പഠിച്ച പോയിന്റ്സിലെ ഒരു ചോദ്യമാവും പിന്നെ നിങ്ങൾക്ക് എക്സാമിന് 1 മാർക്കായിട്ട് കയറുന്നത്. ഇതിൽ ഓരോ മാർക്കിനും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എത്രയിലേക്ക് കിട്ടിയാൽ മതില്ല, അങ്ങനെയല്ല. ഓരോ ഒറ്റ മാർക്കിനും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒറ്റ പോയിന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓരോ സെക്കൻഡിനും നിങ്ങൾക്ക് അത്രയും വില ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡുകളൊന്നും മിസ്സാക്കരുത്. ഒരു 5 മിനിറ്റ് അല്ലേ, അത് പോവുകയാണെങ്കിൽ പോട്ടെ, അങ്ങനെ പറഞ്ഞു വിടരുത്. ഓരോ 5 മിനിറ്റും നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇനി എക്സാം വരെയുള്ള ഓരോ 1 മിനിറ്റും 1 സെക്കൻഡും ഒക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഓരോ സെക്കൻഡിന് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ചെയ്യുമല്ലോ, നന്നായിട്ട് പഠിക്കുമല്ലോ. ഓക്കെ, പഠനം നിർത്തൂലല്ലോ, എവിടെയും പഠനം നിർത്തരുത്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ പഠനത്തിനോട് അടക്കം ഒരു മടുപ്പ് തോന്നും. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓൾറെഡി ട്രാക്കിൽ കയറിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് നിർത്തി പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇനി നിർത്തി പോകാറുണ്ട് നിങ്ങൾ ജീവിതത്തിൽ തോറ്റു കൊടുക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിശ്വാസം അല്ലാതെ നിങ്ങൾ തോറ്റു കൊടുക്കുക, നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച് ഇത്രയും ആയിട്ടുണ്ട്, അപ്പോൾ ഇനിയും പഠിച്ചാൽ എത്താൻ പറ്റും. ഇനിയും പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. ആ ഭാഗങ്ങളും കൂടെ പഠിച്ചാൽ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിന് എന്ത് ചെയ്യണം, ഓരോ സമയത്തും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, പിന്നെ PYQ അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം PhD ഒരു ലെവൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ PYQ ആയിട്ട് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പഠിക്കാത്ത ഏതൊക്കെ ഭാഗങ്ങൾ, ഞാൻ വിട്ടുകളഞ്ഞ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, അത് ഇനി ഞാൻ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓരോ ആൾക്കാർക്കും പല ഭാഗങ്ങളാണ് കിട്ടാത്തുണ്ടാവുക. നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗമല്ല നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കിട്ടാത്തത് ഉണ്ടാവുക. അപ്പോൾ പലർക്കും അത് പല ഭാഗങ്ങളാണ്. നിങ്ങളുടെ ഭാഗങ്ങൾ ഏതാണ്, നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗങ്ങൾ ഏതാണ് നിങ്ങൾ കണ്ടുപിടിക്കണം.
നിങ്ങളുടെ ഫോൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ചിലപ്പോൾ പഠിക്കാതെ പോയതാവും നിങ്ങളുടെ പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ കിട്ടാത്തതാവും നിങ്ങളുടെ പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾ PYQ അറ്റൻഡ് ചെയ്യാത്തതാവും നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേറെ ആൾ നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്തില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ഹെൽപ്പ് ആവശ്യപ്പെടുക, അവരോട് ചോദിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും ഇനി മാറ്റങ്ങൾ വരുത്താണ്ട്, ഇനി എന്ത് മാറ്റം വരുത്തിയാലാണ് ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ആവുക. അപ്പം നിങ്ങളുടെ ഫോൾട്ടുകൾ അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് എവിടെയെങ്കിലും മനസ്സിലാക്കി എടുക്കുക. ഇനി എക്സാം കഴിയട്ടെ അപ്പം മനസ്സിലാവും പറഞ്ഞിരിക്കരുത്, അത് കഴിഞ്ഞു പോയതാണ്, പിന്നെ ആ എക്സാം നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഈ എക്സാമിൽ എന്തായാലും ജോലിയിൽ കയറണം, അപ്പോയിൻമെന്റ് ലെറ്റർ വരും എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉണ്ടാവണം. അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, എവിടെയും വിട്ട് കളയരുത്, ഒരു സമയവും വിട്ട് കളയരുത്, നന്നായി തന്നെ പഠിക്കുക. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, അതൊന്നും നോക്കണ്ട. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കൂടെ തന്നെ നിർത്തുക, അവരുടെ ഓരോ സപ്പോർട്ടും സപ്പോർട്ട് ഒരു ബലമായിട്ട് കൊണ്ടു നടക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഒരുപാട് ആളുകൾ കുടുംബത്തിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് പുച്ഛം മാത്രം കിട്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്. എനിക്ക് ഓരോ മെസ്സേജുകൾ വരാറുണ്ട്, സാറേ ഞാൻ രാത്രി മാത്രം ഇരുന്ന് പഠിക്കുന്നത്, ഹസ്ബൻഡൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ ആരും കാണാതിരുന്ന് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ അതാണ്. നമുക്ക് ചിലപ്പോൾ ആ അവസ്ഥ വന്നിട്ടുണ്ടാവില്ല, അപ്പോൾ അത് വരാതിരിക്കട്ടെ. അപ്പോൾ ഈ വന്നവരെക്കാൾ നന്നായിട്ട് എനിക്ക് ഇത്രയും സാഹചര്യങ്ങൾ, എനിക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട്, ഇനി ഞാൻ പഠിക്കണം. ഓക്കെ, ഇത്രയും സൗകര്യങ്ങളില്ലാത്തൊരു ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിലും പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത നമ്മൾ എന്തിന് സമയം കളയണം? അപ്പോൾ കിട്ടുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടല്ലോ, ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയല്ലോ, പഠിച്ചില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ, എന്തും എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് തരാം. ഓക്കെ, അത് കോഡുകളായാലും കണക്ഷൻ ആയാലും റിപ്പീറ്റ് തരാം, എങ്ങനെയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു ഭാഗം നിങ്ങൾക്ക് ഇതിൽ ടഫായിട്ട് വരില്ല, ടഫായതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വിടുന്ന തന്നെ പഠിച്ചിട്ട് പോകുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും അറിയിക്കാൻ മറക്കരുത്. ഇത് മിക്കവാറും 1% ആളുകളെ അല്ലെങ്കിൽ 2% ആളുകളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുള്ളൂ. എന്നാലും ഈ ക്ലാസ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് ഞാൻ പറയുന്നത് എനിക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ അധികം വരുന്ന കമൻറ്റുകൾ, സാറിൻ്റെ ക്ലാസ് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്, അങ്ങനെയൊക്കെയാണ്. ഇത് അധികം ആളുകളിലേക്ക് എത്താത്ത പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ PSC ഒക്കെ പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചാൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടണം. മറ്റൊരാൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്കുള്ള ഉപകാരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന PSC പഠിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരിത് കണ്ടിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിപ്പോൾ തന്നെ ഇതിൻ്റെ കൂടട്ടെ. അതായത് നമ്മുടെ പവർ ക്യാപ്സ്യൂൾ ഇപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ, പിന്നെ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോയാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ ഇനിയും വരും. ഓരോ നമ്മൾ പഠിച്ചു പോയ ഭാഗങ്ങളായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വരും. അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക, നല്ല ആത്മവിശ്വാസത്തോടുകൂടെ പഠിക്കുക, നല്ല സന്തോഷത്തിൽ പഠിക്കുക, നല്ലൊരു എൻജോയ്മെൻറ്റിൽ പഠിക്കുക. അല്ലാതെ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു പഠിക്കരുത്. നല്ല എൻജോയ്മെന്റ് കൊടുക്കുക പഠനത്തിന്. ഇതിങ്ങനെ പഠിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് പഠിക്കാൻ, മനസ്സിലിങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലിങ്ങനെ ഒരു ഇത് കൊടുക്കുക, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. നല്ല രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ നിൽക്കുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു റാങ്ക് തന്നെ നേടാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.